കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ ചുക്കയാണ്. ഇതൊരു കേരള ഡിഷൊന്നും അല്ലെങ്കിൽ പോലും ഇത് കഴിക്കാത്ത മലയാളികൾ വളരെ കുറവായിരിക്കും. നമ്മളൊക്കെ വീടുകളിൽ മിക്കപ്പോഴും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ഈ ചിക്കൻ ചുക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ ആ ഒരു തനത് രുചിയോട് കൂടിയിട്ട് എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കിയെടുക്കുന്നത് നമുക്കിന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ അടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ ഏറ്റവും മുകളിലുള്ള ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചിക്കൻ ചുക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇന്ന് എടുത്തിരിക്കുന്നത് 1 കിലോഗ്രാമുള്ള ഒരു ചിക്കനാണ്. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ചിക്കൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർക്കുന്ന സമയത്ത് ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഏകദേശം 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി കൂടുതലാവണ്ട, ഒരു 2 നുള്ളു വരെ മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം ചിക്കനിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മഞ്ഞൾപ്പൊടി കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ചുക്കയുടെ കളറ് മാറിപ്പോവും. അതുകൊണ്ടാണ് അധികം ചേർക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിവിടെ അടച്ച് വെക്കാം. അരമണിക്കൂറെങ്കിലും ഇങ്ങനെ വെച്ചിരിക്കുമ്പോഴേക്കും ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ആ സമയം കൊണ്ട് നമുക്ക് സവാള കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 5 സവാളയാണ് 1 കിലോഗ്രാം ചിക്കന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. വലിയ സവാളയാണെങ്കിൽ 4 എണ്ണം മതിയാവും. ഈ സവാള നമുക്ക് വളരെ നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്കിത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് വളരെ നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ 5 സവാളയും ഞാനിവിടെ വളരെ നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. നമ്മളിന്ന് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് ചിക്കൻ ചുക്ക ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ഡിസാനോ വിർജിൻ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അതിൽ നോക്കാവുന്നതാണ്. അപ്പോൾ വെളിച്ചെണ്ണ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം. എനിക്ക് വെളിച്ചെണ്ണയാണ് ഇതിനൊന്നുകൂടി ഇഷ്ടം. അപ്പോൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച സവാള കുറച്ചായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. അങ്ങനെയാകുമ്പോൾ സവാളയുടെ എല്ലാ ഭാഗവും ഒരേപോലെ ഫ്രൈ ആയി കിട്ടും. സവാളയുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. അപ്പോൾ നമ്മുടെ സവാള ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാം. നല്ല ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിരിക്കുകയാണ്. ഇതേപോലെ മുഴുവൻ സവാളയും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യുന്ന സമയം കൊണ്ട് നമ്മൾ ആദ്യം പ്ലേറ്റിലേക്ക് മാറ്റിയ സവാള കൈകൊണ്ട് ഇതേപോലെ ഒന്ന് വിടർത്തിയിട്ട് കൊടുക്കണം. അങ്ങനെയാകുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അതിനുശേഷം ഇത് നമുക്ക് മാറ്റി വെക്കാം. അങ്ങനെ മുഴുവൻ സവാളയും ഞാനിവിടെ ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ സവാള നന്നായിട്ട് കൈവച്ചിട്ടങ്ങ് പൊടിച്ചെടുക്കാം. ഫ്രൈ ചെയ്ത സവാള മുഴുവനും ഇതേപോലെ പറ്റുന്നത്രയും രീതിയിൽ പൊടിച്ചെടുത്ത് വെക്കുക. അതിനുശേഷം ഈ സവാള നമുക്കിവിടെ മാറ്റി വെക്കാം. ഇത് നമുക്ക് ലാസ്റ്റ് കറിയിൽ ചേർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി നമുക്ക് ചിക്കൻ ചുക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായ പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് സവാള ഫ്രൈ ചെയ്ത എണ്ണ തന്നെ മതിയെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം. അല്ലെങ്കിൽ ഇതേപോലെ വേറെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 2 ടേബിൾ സ്പൂൺ വരെ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ വരെ ഇഞ്ചി ചതച്ചതും കൂടി ചേർക്കാം. 2 പച്ചമുളക് നെടുകെ കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ കളർ മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളകാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. സാധാ മുളകാണെങ്കിൽ ഇത്ര ചേർക്കണ്ട, നല്ല എരിവായിരിക്കും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പൊടികളുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒരു 1/2 മിനിറ്റ് വരെയെങ്കിലും ഇതേപോലെ നന്നായിട്ടൊന്ന് വഴറ്റുക.
നന്നായിട്ട് വഴറ്റി പൊടിക്കൊരു നല്ലൊരു കളർ വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 തക്കാളിയാണ് ചേർത്തിരിക്കുന്നത്. മീഡിയം സൈസിലുള്ള 3 തക്കാളി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതിലേക്ക് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നല്ല വലിപ്പമുള്ള തക്കാളിയാണെങ്കിൽ 2 എണ്ണം ചേർത്താൽ മതിയാവും. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കിവിടെ അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിത് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. അപ്പോഴേക്കും തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് കിട്ടും. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. നമ്മളിതിൽ ചേർത്തിരിക്കുന്ന തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇളക്കുന്ന സമയത്ത് നല്ല പേസ്റ്റ് പോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവാകുന്നത്രയും വരെ നമ്മളിത് വേവിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചിക്കൻ ചേർത്ത സമയത്ത് ഒരല്പം ഫ്ലെയിം കൂട്ടി കൊടുക്കുക. അതിനുശേഷം 1 മിനിറ്റ് വരെയെങ്കിലും ഈ ചിക്കൻ ഈ ഗ്രേവിയിലേക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. 1 മിനിറ്റ് സമയമെങ്കിലും ഇതേപോലെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്കിത് വീണ്ടും അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം. ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് വരണം. അതിന് വേണ്ടിയിട്ട് 15 മിനിറ്റ് വേവിക്കാം. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മളിതിൽ ചേർത്തിരിക്കുന്ന ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ചിക്കനിൽ നിന്നും ധാരാളം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ചിക്കൻ നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് പൊടിച്ച് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലിപ്പോൾ ധാരാളം വെള്ളം ഉണ്ടെങ്കിൽ പോലും നമ്മൾ സവാള ചേർത്ത് കഴിയുമ്പോഴേക്കും അതൊക്കെ നല്ല തിക്കായിട്ട് മാറിയിട്ടുണ്ടാവും. സവാള ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും നല്ല തിക്കായി മാറിയിട്ടുണ്ടാവും. പക്ഷേ എന്നാൽ കൂടി നമ്മളൊരു 3-4 മിനിറ്റ് ഇതേപോലെ ഇളക്കിയെടുക്കണം. കാരണം ഇതിലുള്ള മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിച്ചിരിക്കുന്ന രീതിയിലൊന്ന് ആയി വരണം. അത്രയും സമയം നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇങ്ങനെ ഇളക്കി കൊടുത്ത് കുറച്ച് നല്ലോണം ഒന്ന് തിക്കായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. വലിയ ജീരകത്തിൻ്റെ പൊടിയാണ്. അതേപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. ഇത് രണ്ടും നിർബന്ധമായിട്ട് ചേർക്കണം. ഇത് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും നമ്മുടെ ചിക്കൻ ചുക്കയ്ക്ക്. അപ്പോൾ ഈ 2 പൊടികളും ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതേപോലെ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിരിക്കുന്ന ഒരു രീതിയിൽ ആയി വന്നിട്ടുണ്ട്. എല്ലാ മസാലയും ചിക്കനിൽ ഇങ്ങനെ നന്നായിട്ട് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തു കറിവേപ്പില ഇടുന്ന സമയത്ത്. അതിനുശേഷം കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ മല്ലിയിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കറിവേപ്പില നല്ലോണം ഇട്ട് കൊടുത്താൽ മതി. കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോട് കൂടിയിട്ട് സെർവ് ചെയ്യാം. ഇത് നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നെയ്ച്ചോറിന് നമുക്ക് നല്ല തിക്കായിട്ടുള്ള ചിക്കൻ ചുക്കയും കൂടി കൂട്ടി കഴിക്കുന്ന സമയത്ത് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. കാരണം ഇതിൽ ഒരുപാട് മസാല ഉണ്ട്. ഇങ്ങനെ ചിക്കനിൽ പിടിച്ചിരിക്കുന്ന രീതിയിലായിട്ട് നമുക്ക് കാണാൻ പറ്റില്ലെങ്കിലും ഒരുപാട് മസാല ഇതിൽ കിടപ്പുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോറിനൊക്കെ പറ്റിയ ഒരു അടിപൊളി കറി തന്നെയാണ്. നമുക്ക് വേറെ കറിയുടെ ഒന്നും ആവശ്യം വരില്ല. അതേപോലെ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും എന്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനായിട്ടുള്ള ഒരു വിഭവമാണ്. ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ചിക്കൻ വിഭവമാണ് ഈ ചിക്കൻ ചുക്ക. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്